സുഹൃത്തുക്കളെ, ഈ ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ ഒരുപാട് പെർമുറ്റേഷൻ കോമ്പിനേഷൻസ് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ അമേരിക്ക പറയുന്നു അവർക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല, അവർ നിർത്തിപ്പോവുകയാണ്. പക്ഷേ ഗൾഫ് രാജ്യങ്ങൾ പറയുന്നു നിങ്ങൾ നമ്മുടെ ഈ അവസ്ഥയിലാക്കിയിട്ട് നിർത്തിപ്പോകരുത്, കാരണം നിങ്ങൾ പോയാൽ നിങ്ങളെ സഹായിച്ചു എന്ന കുറ്റത്തിന് ഭാവിയിൽ ഇറാൻ നമ്മളെ ആക്രമിക്കാം. കാരണം ഇറാന് നഷ്ടപ്പെട്ടത് 40ഓളം അവരുടെ നേതാക്കളാണ്. ഇസ്രായേലിന്റെ ആവശ്യം എന്താണ്? അറബ് രാജ്യങ്ങളുടെയും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുവാണ് ഇസ്രായേൽ. അവരെ ഒരുപാട് യുദ്ധങ്ങളിൽ തോൽപ്പിച്ച രാജ്യം കൂടിയാണ് ഇസ്രായേൽ. അപ്പം ഇസ്രായേലിന്റെ അന്ത്യമാണ് എല്ലാ ഇസ്ലാമിക ഭരണകൂടങ്ങളുടെയും ഏക ആഗ്രഹം. അത് തന്നെയാണ് ഇറാന്റെയും ആഗ്രഹം. ഇസ്രായേലും അമേരിക്കയും കൂടിയിട്ടാണ് ഇറാനെ ആക്രമിച്ചത്. ഇതിൽ ഇനി യുദ്ധം നിന്നാൽ തന്നെ വരാൻ പോകുന്ന സാധ്യതകളെ പറ്റിയാണ് ഈ വീഡിയോ. അതായത് ഇറാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്, യുദ്ധം നിൽക്കും, ഇറാൻ റീസ്ട്രക്ചറിന് ശ്രമിക്കാം, അവരുടെ രാജ്യവും ഇതും റീസ്ട്രക്ചറിന് ശ്രമിക്കാം. പക്ഷേ ന്യൂക്ലിയർ അവർ മിക്കവാറും കരാറിലൂടെ ഒന്നിക്കൽ വേറെ രാജ്യത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അമേരിക്കയുടെ കൺട്രോളിൽ കൊടുക്കാം. പക്ഷേ അവരുടെ മനസ്സിലെ പക എന്നും ഇസ്രായേലിനോടും അമേരിക്കയോടും ഉണ്ട്. അമേരിക്കയെ അങ്ങോട്ട് പോയി അറ്റാക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവർ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തീർക്കാം. ഇസ്രായേലിലേക്ക് ഡ്രോൺ അയച്ചിട്ടോ മിസൈൽ അയച്ചിട്ടോ വലിയ കാര്യമില്ല എന്ന് ഇറാനിന് അറിയാം. കാരണം വെച്ചാൽ അവർക്ക് അതിനെ തടുക്കാനുള്ള ആന്റി എയർക്രാഫ്റ്റ് മിസൈൽസും ആന്റി മിസൈൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഒരേ ഒരു ആയുധമാണ് അവർക്ക് ഇസ്രായേലിനെ തകർക്കാൻ വേണ്ടി, എന്നേക്കുമായി തകർക്കാനും ഇസ്ലാമിക വേൾഡിന്റെ പക വീട്ടാനുമുള്ള അവസരമായിട്ടുള്ളത്. അതാണ് ന്യൂക്ലിയർ ബോംബ്. അത് ഒരു ഇസ്ലാമിക രാജ്യത്തിനടുത്തും ഇല്ല. ആകെ ഉള്ളത് അമേരിക്കയുടെ പാകിസ്ഥാന്റെ അടുത്താണ്. പാകിസ്ഥാനും ഇറാനും നല്ല ബന്ധത്തിലാണ് താൻ. അങ്ങനെ ഇരിക്കെ പാകിസ്ഥാന്റെ അടുത്തുള്ള ന്യൂക്ലിയർ ബോംബ് എന്ന് പറയുന്നത് അമേരിക്കൻ കൺട്രോൾഡ് ആണ്. അത് അമേരിക്കയാണ് നോക്കി നടത്തുന്നത്. ഇപ്പോൾ ഇറാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മിക്കവാറും പാകിസ്ഥാനുമായി ചേർന്ന് ആ ന്യൂക്ലിയർ ബോംബ് എടുത്തിട്ട് ഇസ്രായേലിനെ ആക്രമിക്കുക. ഇത് ഇസ്രായേലിന് അറിയാം. അതുകൊണ്ട് ഇറാന്റെ യുദ്ധം നിന്നാൽ ഇസ്രായേൽ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനെതിരെ തിരിയാനുള്ള എല്ലാ സാഹചര്യവും കാണുന്നുണ്ട്. അത് മുൻകൂട്ടി കണ്ടിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ബോർഡർ ഫോഴ്സസും നമ്മുടെ ബോർഡറിലെ വില്ലേജസ് ഒക്കെ ഒഴിപ്പിക്കുന്നതും അടിയന്തരമായി പല മീറ്റിങ്ങുകളും നടക്കുന്നത്. പുറത്ത് അങ്ങനെയൊന്നും കാണുന്നില്ലെങ്കിലും ഉള്ളിൽ വളരെയധികം സങ്കീർണമാണ്. കാരണം അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, റഷ്യയും യുദ്ധത്തിൽ എൻഗേജ്ഡ് ആണ്. അമേരിക്ക ഇപ്പം യുദ്ധം കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇസ്രായേൽ പാകിസ്ഥാനെ ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ POK തിരിച്ചെടുക്കാൻ നോക്കും. അങ്ങനെ വരുമ്പോൾ അമേരിക്ക പാകിസ്ഥാന്റെ സഹായത്തിന് വരത്തില്ല. അപ്പുറം ചൈന തായ്വാനുമായി എൻഗേജ് ആവാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. ഇതിനേക്കാൾ സുവർണ അവസരം ഒരു രാജ്യത്തിനും കിട്ടില്ല. നോക്കൂ, രാജ്യങ്ങൾ ജനങ്ങളെ പോലെയല്ല, അവർ അവസരങ്ങൾക്കനുസരിച്ചാണ് പെരുമാറുക. ഈ അവസരം മിക്കവാറും ഇന്ത്യയും ഇസ്രായേലും ഉപയോഗപ്പെടുത്തേണ്ട എല്ലാ ചാൻസും കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. മിക്കവാറും ഈ യുദ്ധത്തിന് ശേഷം പാകിസ്ഥാനെ ഇസ്രായേൽ അറ്റാക്ക് ചെയ്യും. ഇന്ത്യയും അതിൻ്റെ കൂടെ കൂടാനുള്ള ചാൻസുകളുണ്ട്. അങ്ങനെ ഗ്ലോബൽ സിറ്റുവേഷൻ മാറി മറിയേണ്ട എല്ലാ ചാൻസും കാണുന്നുണ്ട്.